ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രോഗ്രാംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിലത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലത്തെ ആ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അന്ന് കുത്താമ്പുള്ളി പോയിട്ട് വാങ്ങിച്ചു നോക്കണ്ടായിരുന്നല്ലോ. ഞാനത് മുഴുവനെ കാണിച്ചോന്ന് എനിക്ക് തന്നെ ഡൗട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചതിലത് പറഞ്ഞില്ലേ, കുറേ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ആയ കാരണം കൊണ്ട് തന്നെ. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സെറ്റുമുണ്ടാണിത്. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു വീഡിയോ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഗ്രാംസൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്കാണ് ഒന്ന് ഫ്രീ ആവുമ്പോൾ നമ്മൾ വലിയ വ്ളോഗൊക്കെ സാധാരണത്തെ മാതിരി ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എല്ലാ വീഡിയോസും ഞാനിങ്ങനെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളതിങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോഴല്ലേ എല്ലാവർക്കും കാണാനൊക്കെ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഞാൻ കരുതി കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഏട്ടൻ വന്ന ദിവസത്തെ കുറച്ചും കൂടെ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പം എന്നാൽ അതും കൂടെ അങ്ങോട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം എന്താ ലേറ്റായി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം. എക്സാമിൻ്റെ തലേദിവസം സിനിമയ്ക്ക് വന്ന കുട്ടി, പപ്പയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കുട്ടി. ജനറേഷൻ നമ്മൾ ഓരോന്ന് ആൻസിസ്റ്റേഴ്സിന്ന് കൈമാറി വന്ന മൂല്യ വസ്തുക്കളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. യെസ്, എക്സാമിൻ്റെ തലേദിവസം സിനിമയ്ക്കാണ്. തലേദിവസമല്ല കേട്ടോ, ആ 3 ദിവസം തന്നെയുണ്ട്. അതിൻ്റെ വ്യത്യാസമുണ്ട്. പപ്പയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കുട്ടികളും എക്സ്ട്രീം ലെവലായിരുന്നു. പപ്പ തലേദിവസമാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാറുവിൻ്റെ എക്സാമിൻ്റെ ഇടയ്ക്കാണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഏട്ടൻ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് മൂവിക്ക് പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ 24 hours പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് ഇറങ്ങി. സൈത്തേട്ടനും സെയിം ഉണ്ടായിരുന്നു. സൈത്തേട്ടൻ പക്ഷേ ഇങ്ങനെ നല്ല കേട്ടോ, ഡിഗ്രി എക്സാമിന് എങ്ങാണ്ടാണ്. പിന്നെ അതും ഫൈനൽ എക്സാമിന് ഒരു ദിവസം തലേ ദിവസമാണ് മൂവി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പറയായിരുന്നു പാറു കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളങ്ങനെ വല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ടൊന്നല്ല, പെട്ടെന്ന് അങ്ങോട്ട് തോന്നിയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് ആദ്യം കരുതിയിട്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് നമ്മൾ ടിക്കറ്റും ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു, അയ്യോ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ശരിക്കും നേരം വൈകുമെന്ന് കരുതിയിട്ട് വേഗം ഫുഡ് ഓർഡർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേഗം പോവാം എന്ന് കരുതിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ബട്ടർ നാൻ, പിന്നെ എന്തായിരുന്നു മഷ്റൂം മസാല, പിന്നെ കടായി ചിക്കൻ, അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വേഗം കിട്ടി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഷോ തുടങ്ങാൻ പിന്നെയും സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഏട്ടൻ പറഞ്ഞെന്നാൽ ശരി, ഓരോ ഐസ്ക്രീം നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും പാറും വ്രതും ഓരോ ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായി എല്ലാവരും കൂടെ കിടന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമല്ലേ. ഇടയ്ക്ക് നമ്മൾ ഇത് ഇടയ്ക്കുള്ളതാണ്. പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട്. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. പാറും പ്രതുവാണ് വെച്ചെങ്കിൽ മാമേനെ കൂടെ ഇങ്ങനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടനാണെച്ചെങ്കിൽ അതേ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവരുടെ കൂടെ നല്ല രസമായിട്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ നല്ലൊരു ഹാപ്പി മൂഡ്. പക്ഷേ എന്താ പറയുക, അച്ഛനും അമ്മമ്മയും ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, അവർ ഫിലിം കാണാനൊന്നും വരാറൊന്നുമില്ല. അച്ഛന് തീരെ ഇഷ്ടമല്ല തിയേറ്ററിൽ വന്നിരുന്നിട്ട് ഫിലിം കാണാൻ. അപ്പോൾ പിന്നെ ആ കാരണം കൊണ്ടാണ് അച്ഛൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പോയിട്ട് വന്നോ. പിന്നെ അമ്മമ്മയാണെച്ചെങ്കിൽ അങ്ങനെ മൂവി കാണാനൊന്നും തിയേറ്ററിലേക്കൊന്നും വരാറൊന്നുമില്ല.
ഭവൻസിന്റെ യൂണിഫോം അല്ലേ? എനിക്ക് എന്നും ഓട്ടണേ. ഞാനിങ്ങനെ ആ മൂവി ഇറങ്ങിയപ്പോൾ തൊട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ച് ഒരുപാട് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ എക്സാം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് പോയി കാണാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെ ഏട്ടൻ വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയി. പ്രേമലു അതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുവിധം ഇപ്പോൾ എല്ലാവരും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നല്ല മൂവിയായിരുന്നു, നമുക്ക് എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ടേഴ്സൊക്കെ ഇപ്പം നമ്മളുടെ ഫേവറേറ്റ് ആണ്, നിറയെ ചിരിക്കാനും ഉണ്ട്. വന്ന ആളെയല്ല തണുത്ത് പറിച്ച് അത്ര തണുപ്പ് കുഴപ്പമില്ല, നല്ല തണുപ്പായി. അത് നമ്മൾ പുറത്ത് ചൂടുന്നുണ്ട് വന്നപ്പോഴേ. എല്ലാവരും പുറത്തേക്ക്. സാറ് പഠിച്ചെന്താ ഇതോട് കാണിക്കടോ? മിക്സ് എന്ന് വെച്ചാ കാരമലും പ്രതൂന് ഇഷ്ടമല്ലേ വിചാരിച്ചു. ഇത് എന്ത് സാധനം എന്നറിയോ? ഇൻ്റർവെൽ ടൈമിൽ ഒരു പോപ്കോൺ ഒക്കെ നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിന്നർ കഴിച്ചിറങ്ങി വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുക. പക്ഷേ എന്നാലും അതെ, തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എവിടുന്നാ വിശപ്പ് വരണമെന്ന് അറിയില്ല. അങ്ങനെ എന്തായാലും മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നല്ല മൂവിയായിരുന്നു. നമ്മൾ ആ ഷോർട്സ് ഇട്ടപ്പോഴും അത് ഞാൻ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടവരൊക്കെ എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അയ്യോ എല്ലാവരും കൂടി നമ്മളൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വരുന്നത്. അപ്പോൾ ശരി എന്നാ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അത്രയും ദിവസം ഒരാഴ്ച ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ശരി നമുക്ക് ഇപ്പം ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സമയത്താണ് നമ്മൾ കുറേ ഫോട്ടോസ് അങ്ങനെ ഒന്നിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എല്ലാവരുടെയും കൂടെ നിരത്തി ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫോട്ടോസും വീഡിയോസും അതൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. ഞങ്ങൾ 4 പേരും മാത്രമായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അച്ഛനും അമ്മയും ഞാനും ഏട്ടനും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മളുടെ ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ശരി കേട്ടോ.